ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. രാജ്യത്ത് വീർ ബാൽ ദിവസാചരണത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് ഒരു പുതിയ അധ്യായം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിവസത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിബ് സാധുക്കളുടെ ധീരത രാജ്യത്തെ ഓരോ പൌരനും ശക്തി പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കൾ നടത്തിയ മാർച്ച് പാസ്റ്റ് ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 16 സംഘം കളരിപ്പയറ്റ് അവതരിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. കേന്ദ്രമന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, പ്രാദേശികതല പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. തമിഴ്നാട് തൂത്തുക്കുടി ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശിച്ചു. വെള്ളപ്പൊക്കം, രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവുമായി സമഗ്ര അവലോകന യോഗം ചേർന്നു. തുടർന്ന് പൊതുജനങ്ങൾക്കായി ഒരുക്കിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘം സന്ദർശിച്ചു. രാജ്യത്ത് വിവിധ മേഖലകളിലായി നവസംരംഭങ്ങളിലൂടെ 12 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 1,14,000 സ്റ്റാർട്ടപ്പുകളാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിലെ ലെഹബോലി ഗ്രാമത്തിൽ ഇഷ്ടിക ചൂളയുടെ മതിൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ 6 തൊഴിലാളികൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണത്തിന് ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ്. റെയിൽ, റോഡ്, വിമാന സർവീസുകളെ മൂടൽമഞ്ഞ് പ്രതികൂലമായി ബാധിച്ചു. തണുപ്പിന്റെ കാഠിന്യം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നത്. അടുത്ത 4 ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ മിതമായ രീതിയിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇന്ന് പര്യടനം. പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ പര്യടനം പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലയിൽ മൂടാടി, അരിക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിലും വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. ഇടുക്കിയിലെ മറയൂരിലും തൃശൂർ ജില്ലയിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലും യാത്രയെത്തി. കൊല്ലം ജില്ലയിൽ ചിറ്റുമല, കിഴക്കേക്കല്ലട പഞ്ചായത്തുകളിൽ പര്യടനം നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്, നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ നാളെ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാകും. നാളെ ഉച്ചയ്ക്കാണ് പരിപാടി. കെ.ബി. ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും നിയമസഭയിൽ ഉൾപ്പെടുത്തിയതിനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ഗവർണർ അംഗീകാരം നൽകി. നിയുക്ത മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29-ന് വൈകിട്ട് രാജ്ഭവനിൽ നടക്കും. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ച തങ്കയങ്കി വാഹക സംഘത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് സ്വീകരിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോഴിക്കോട് നഗരപരിധിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച 2 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സർവേയിലൂടെ കേരളത്തെ അളന്ന് തിട്ടപ്പെടുത്തുകയാണെന്നും ഒരാളുടെയും സ്ഥലത്തിന്റെ അതിർത്തി ഇനി മാറ്റാൻ സാധിക്കുന്നതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും ഭിന്നശേഷി സൌഹൃദമാക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഭിന്നശേഷി സംസ്ഥാനതല അവാർഡ് വിതരണ പരിപാടി ഉണർവ് 2023 കോഴിക്കോട് ജെൻഡർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരായ മക്കൾക്കൊപ്പം മാതാപിതാക്കൾക്ക് താമസിക്കാൻ വഴിയൊരുക്കുന്ന സർക്കാർ വിഭാവനം ചെയ്ത അസിസ്റ്റീവ് വില്ലേജുകൾ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന 5 സ്ഥലങ്ങളും പ്രഖ്യാപിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ആദ്യ ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. KL രാഹുൽ ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടി. ISL-ൽ പഞ്ചാബ് FC ഒഡീഷ പോരാട്ടം പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനതല ന്യൂനപക്ഷ ദിനാചരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മഹാത്മാ അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.